ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഡിന്നറിനും ഉപയോഗിക്കാം. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്ത രീതിയിൽ വളരെ രുചികരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്താൽ വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് ഒന്ന് വഴറ്റുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചെറുതായി ചോപ്പ് ചെയ്ത കശുവണ്ടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കളർ ചേഞ്ച് ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, എരിവിനുള്ള പച്ചമുളക് ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കുക. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1.25 കപ്പ് റവയാണ് ചേർക്കുന്നത്. 1.25 കപ്പ് റോസ്റ്റഡ് റവയാണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഉപ്മാവാണിത്. ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കിത് മടുപ്പ് കൂടാതെ കഴിക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ടത് ഇതിൽ റോസ്റ്റ് ചെയ്ത റവയാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. റോസ്റ്റ് ചെയ്ത റവയില്ലെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ റവയൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാം. ഒന്നിത് ഒരു 5 മിനിറ്റ് ഈ മസാലയിൽ കിടന്ന് വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഗീ ചേർക്കുക. പിന്നെ അതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. തിളച്ച വെള്ളം എന്ന് പറയുമ്പോൾ 1.25 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. സാധാരണഗതിയിൽ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ 1.25 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതിയാകും. പക്ഷേ ഇതിലേക്ക് നമ്മൾ പരിപ്പ് അതുപോലെ കാഷ്യൂസൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് വേകാനുണ്ട്. അത് വെള്ളം കുറച്ച് അബ്സോർബ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഞാനിതിലേക്ക് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല പുട്ട് പോലെയുള്ള ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള ഉപ്മാവായിരിക്കും കേട്ടോ ഇത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊത്തി വെച്ചതിന് ശേഷം മൂടി വെച്ച് 3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്. റവ ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റവ ഹാർഡായി പോവും. അപ്പോൾ 3 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്കിതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തത്. ഉപ്മാവ് കുറച്ച് ഹെൽത്തി ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ക്യാരറ്റ് ചേർത്തത്. കാരണം റവയിൽ നമ്മൾക്ക് അതിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ ക്യാരറ്റ് അതുപോലുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്താൽ, അതായത് പെട്ടെന്ന് വേകാൻ പറ്റിയ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കിയാൽ വളരെ ഹെൽത്തി ആയിരിക്കും. നമ്മളുടെ ഡൈജഷനൊക്കെ വളരെ നന്നായിട്ട് നടക്കും. അപ്പോൾ ക്യാരറ്റ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് കൂടുതൽ വെന്ത് പോയാൽ അതിൻ്റെ വിറ്റമിൻസും മിനറൽസൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് സവാളയൊക്കെ വഴറ്റിയ സമയത്ത് വേണമെങ്കിൽ ചേർക്കാമായിരുന്നു. ഉപ്മാവ് റെഡിയാകാൻ വീണ്ടും ഇനി ഒരു 4 മിനിറ്റും കൂടി നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയം കൊണ്ട് ഈ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്യാപ്സിക്കമൊക്കെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കാതിരുന്നാൽ മതിയാകും. മല്ലിയില ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
മല്ലിയില ഒന്നും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ള ഉപ്മാവ് റെഡിയായി. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉപയോഗിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവാണിത്. ഒരു വെറൈറ്റി ടേസ്റ്റാണിതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.